ഹായ് പ്രിയപ്പെട്ടവരെ, ഫിലോക്കാലിയയുടെ മാരിയോയും ജിജി മാരിയോയും ഒക്കെ പരസ്പരം പോരടിച്ചുകൊണ്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടും ഒക്കെയുള്ള പ്രത്യാരോപണങ്ങളൊക്കെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരടിച്ചു പിരിഞ്ഞു എന്നതുകൊണ്ട് മാത്രമല്ല ഇവരെ നയിച്ചിരുന്നത് ദുഷ്ടാരൂപികളായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം സത്യമാണ്, സുവിശേഷ പ്രവർത്തന മേഖലയിൽ ഒരു യോഗ്യതയുമില്ലാത്ത, വിശ്വാസാധിഷ്ഠിതമായ പ്രവൃത്തിയോ ഇല്ലാത്ത, വിശുദ്ധിയില്ലാത്ത, ദുരുദ്ദേശമുള്ള, തട്ടിപ്പ് ഉദ്ദേശമുള്ളവർ നിരവധി ഉണ്ടെന്ന് തെളിവായി നമുക്ക്. ഇവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ, ഇവരിലെ ഈ പ്രശ്നം മനസ്സിലാക്കുമ്പോൾ ഇവർക്ക് മാത്രം എന്നല്ല മനസ്സിലാക്കേണ്ടത്, നിരവധി പേര് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെന്ന് അറിയണം. കത്തോലിക്ക കരിസ്മാറ്റിക് മേഖലയിലും പെന്തക്കോസ്ത് സുഭാഷന്മാർക്കിടയിൽ ഉൾപ്പെടെ ഈ സുവിശേഷ പ്രസംഗ മേഖലയിൽ നിരവധി തട്ടിപ്പുകാർ കടന്നുകൂടിയിട്ടുണ്ട്. ഇന്ന് പിടിക്കപ്പെടാത്ത നിരവധി തട്ടിപ്പുകാരുടെ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. അവർക്കൊക്കെ കോടികൾ കിട്ടുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ആരും ഇവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാത്ത കാലത്ത് 1998 ഹോട്ടലിൽ സുലൈമാൻ സഭയ്ക്ക് ദോഷം ചെയ്യുമോ എന്ന തലക്കെട്ടോടെ ഞാനൊരു കത്തോലിക്ക മാസികയിൽ ലേഖനം എഴുതിയതാണ്. ആ ലേഖനം വായിച്ചിട്ട് പലരും എന്നെ വിമർശിച്ചിട്ടുണ്ട്. ആരുടെ കുറ്റം പറയരുതെന്ന് പറഞ്ഞു. കാണുന്ന കുറ്റങ്ങൾ തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ആ തിരുത്തുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് വിശ്വാസികൾക്ക് ബോധ്യം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഡിവൈനിലുള്ള കാലത്ത് സുവിശേഷ പ്രസംഗവും ജനറൽ സെക്ഷനിലെ പ്രേക്ഷകരുടെ നിയന്ത്രണവുമുള്ള ഇൻചാർജും ഒക്കെ ആയിരുന്ന സമയത്ത് മാരിയോ ആയിട്ട് പലപ്പോഴും ഞാൻ മാരിയോയുടെ ഉടക്കി സംസാരിച്ചിട്ടുണ്ട്. മാരിയോയുടെ കള്ളത്തരം അന്ന് എനിക്ക് വ്യക്തമാണ്. സഭയെ നശിപ്പിക്കാനുള്ള ദുഷ്ടശക്തികളുടെ പദ്ധതിയുടെ ഭാഗമായി മാരിയോയെ ഇങ്ങോട്ട് ദുഷ്ടാത്മാക്കൾ അയച്ചതാണ്. അത് മാരിയോയ്ക്കും അറിയില്ല. അവനവനെ സ്വാധീനിക്കുന്ന അരൂപശക്തികൾ ആരൊക്കെയാണെന്ന് അവനവന് വ്യക്തമായി അറിയില്ല. പക്ഷേ ആ ദുഷ്ടശക്തികളിലെ കപട ഉദ്ദേശം അവനവൻ അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. സഭയ്ക്ക് വളരെയേറെ ദോഷം ചെയ്യുമെന്നും ആരും പറയാത്ത കാലത്ത് ഞാൻ പറഞ്ഞു. ഈ അടുത്ത കാലത്താണ് ഒത്തിരിയേറെ തിന്മകൾ കണ്ടെത്തുന്നത്. മാരിയോയുടെ പ്രബോധനത്തിലെ തെറ്റുകളും കാപട്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതും പോസ്റ്റ് ചെയ്യുന്നത്. മാരിയോയുടെ സാക്ഷ്യവും മാരിയോയുടെ സുവിശേഷ പ്രസംഗങ്ങളും സഭയ്ക്ക് വളരെയേറെ നാശമേ ചെയ്തിട്ടുള്ളൂ, ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. സഭയ്ക്കുള്ളിൽ ഇതുപോലെ വളരെയേറെ തെറ്റായ പ്രബോധനങ്ങളും വളരെ ദുരുദ്ദേശപൂർവ്വമുള്ള പ്രബോധനങ്ങളും ഒക്കെ നടക്കുന്നിടത്ത് അത് പ്രത്യേകം നിരീക്ഷിച്ച് അതിന് പ്രത്യേക തെളിവുകൾ ശേഖരിച്ച് ഞാൻ ബിഷപ്പുമാർക്ക്, മെത്രാന്മാർക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പലരുടെയും ധ്യാനം പൂട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ പലരുടെയും ധ്യാനം ഞാൻ നിർത്തിച്ചിട്ടുണ്ട്. മുല്ലക്കർ സാറിൻ്റെ ധ്യാനം തലശ്ശേരി രൂപത്തെ നിർത്തിച്ചത് ഞാൻ കൊടുത്ത പരാതിയിലാണ്. ആരുടെയും കുറ്റം പറയരുതല്ല എന്നൊരു വ്യാജ പുണ്യ പരിവേഷം, വ്യാജ ബോധത്തിൽ എല്ലാവരും വിട്ടുവീഴ്ചതങ്ങ് പോവുകയാണ്. ഒരു തെറ്റിനെതിരെയും ആഞ്ഞടിക്കുന്നില്ല ആരും. മാതാവിനെതിരെയും വിശ്വകുർബാനയ്ക്കെതിരെയും ഒക്കെ നിരവധിയായ പ്രസംഗങ്ങൾ തെളിവ് നിരത്തി പ്രസംഗിച്ച് ആളെ കൂട്ടിയിരുന്ന മുല്ലക്കർ സാറിനെതിരെ ഞാൻ കൊടുത്ത പരാതിയിലാണ് രൂപത സാറിനെ ചോദ്യം ചെയ്തതും സാറിനെ ധ്യാനം വിലക്കിയതും ഒടുവിൽ സാറ് പുറം ചാടി വേറെ സഭയുണ്ടാക്കിയതുമൊക്കെ. ആ നാളുകളിൽ മാരിയോയ്ക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു പ്രമുഖ ധ്യാനഗുരുവിനെതിരെ തെറ്റായ പ്രബോധനത്തിൻ്റെ കാര്യം തെളിയിച്ചുകൊണ്ട് ബിബ്ലിക്കലായും എക്ലേസിയാസ്റ്റിക്കലായും ഒക്കെ ആ പ്രബോധനത്തിലെ തെറ്റുകൾ എന്താണെന്ന് തെളിയിച്ചുകൊണ്ട്, ആ വിഷയത്തിൽ ശരിയായ പ്രബോധനം എന്താണെന്ന് തെളിയിച്ചുകൊണ്ട് ഞാൻ ബിഷപ്പ്മാർക്ക് പരാതി കൊടുത്തതനുസരിച്ച് KCBC ഒരു ധ്യാനഗുരുവിനെ വിലക്കി. എന്നിട്ടോ വിലക്ക് വന്ന് 9 മാസം വെറുതെ ഇരുന്ന ധ്യാനഗുരു ചില അച്ഛന്മാരെയൊക്കെ കൂട്ടിപ്പിടിച്ച് പേരും മാറ്റി, ആളുടെ പേരും മാറ്റി, ധ്യാനത്തിൻ്റെ പേരും മാറ്റി ഇപ്പോൾ സുഖമായി അതേ തെറ്റുകൾ പ്രസംഗിച്ച് ധ്യാനിപ്പിക്കുന്നുമുണ്ട്. മാരിയോയ്ക്കെതിരെ ഞാൻ കൊടുത്ത പരാതിക്ക് 25 വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇന്നും ഇഷ്ടംപോലെ വിഹരിക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. അന്ന് ദൈവവചനം മാത്രം കേൾക്കുന്ന, ദൈവസ്തുതി മാത്രം ഉയരുന്ന ഡിവൈൻ ധ്യാന സെൻറ്ററിലെ കോമ്പൗണ്ടിൽ കൃത്യമായി ആഴ്ചയിൽ ഒരു ദിവസം വൈകുന്നേരം അറബിയിൽ വാങ്കുവിളി ഉയരേണ്ടത് ആരുടെ പദ്ധതിയായിരുന്നു? അത് മാരിയോയിലൂടെ കൃത്യമായി നിറവേറ്റി. കൃത്യമായി എത്രയോ വർഷങ്ങളായി അവിടെ വാങ്കുവിളി ഉയരുന്നു. നിങ്ങൾക്ക് ഉറക്കം സ്തുതിക്കാൻ എന്താ മടി എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു ന്യായീകരണം പറഞ്ഞൊരു പശ്ചാത്തലമൊക്കെ ഒരുക്കിയിട്ട് ഉറക്കം വാങ്കുവിളിക്കുക. പതിവായി ദൈവവചനവും ദൈവസ്തുതിയും ഉയരുന്നിടത്ത് പതിവായി വാങ്കുവിളി ഉയർത്താനുള്ള കെണി അവിടെ ഇവനിലൂടെ വിജയിക്കുകയാണ് ചെയ്തത്. വെറും ബൈബിൾ എന്നൊക്കെ പറയുമ്പോഴും, വെറും സുവിശേഷം എന്ന് പറയുമ്പോഴും, ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം പരിശുദ്ധ ഖുർആനിൽ അത് പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ ഇത്രാമത്തെ സൂറത്ത് ഇന്നത് പറയുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ പരിശുദ്ധ ഖുർആൻ എന്ന് ഒരു 150 തവണ ഒരു പ്രസംഗത്തിൽ 150 തവണ ആവർത്തിക്കുമ്പോഴും പരിശുദ്ധ സുവിശേഷമെന്നോ വിശുദ്ധ ബൈബിളെന്നോ ഒരിക്കലും പറയാറില്ല. സ്റ്റേജിൽ നിന്ന് മാരി ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ഒരു കുറ്റപ്പെടുത്തലല്ലാതെ വളരെ സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞു, പരിശുദ്ധ സുവിശേഷം എന്ന് പല അച്ഛന്മാരും പറയാറുണ്ട്, വിശുദ്ധ ബൈബിളിൽ ഇന്ന പുസ്തകം ഇത്രാം അധ്യായത്തിൽ ഇന്ന് പറയുന്നത് പറയാറുണ്ട്, അല്ലെങ്കിൽ തിരുവചനത്തിൽ ഇന്ന് പോലെ നമുക്ക് വായിക്കാം എന്ന് പറയാറുണ്ട്. അപ്പോൾ തിരുവചനമെന്നോ വിശുദ്ധ ബൈബിളെന്നോ പരിശുദ്ധ സുവിശേഷമെന്നോ വാക്ക് അനവരിപ്പേര് പറയുമ്പോൾ ബ്രദർ അത് പറയാറില്ലല്ലോ, ബ്രദർ അങ്ങനെ ഉൾപ്പെടുത്തണം, ഒപ്പം പരിശുദ്ധ ഖുർആൻ എന്ന വാക്കൊന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞു. അത് പരിശുദ്ധമാണ് എന്ന് പറയുമ്പോൾ ആത്മീയമായ പരിശുദ്ധിയല്ലേ. അത് ചെളിയില്ല, വൃത്തികേടൊന്നുമില്ല, ശരിക്കും കവർ ചെയ്ത് നല്ല വർണ്ണ പേപ്പറിട്ട് പൊതിഞ്ഞൊന്നല്ലോ. അതിനകത്തെ കണ്ടൻറ്റ്, അതിൻ്റെ ആശയങ്ങളെല്ലാം പരിശുദ്ധമാണ് എങ്കിൽ എന്തിനു ഉപേക്ഷിച്ചു വന്നു?
അപ്പോൾ അതിലെ ആശയങ്ങളെല്ലാം ശരിയല്ല എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടല്ലേ ഉപേക്ഷിച്ച് വന്നത്? അങ്ങനെയെങ്കിൽ അത് അങ്ങനെ ആത്മീയമായത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയാൻ കഴിയും നിങ്ങൾക്ക്? അവിടെ ആയിരുന്നപ്പോൾ പറഞ്ഞ അതേ വാക്ക് ഇവിടെ ആവർത്തിക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒഴിവാക്കുകയും വിശുദ്ധ ബൈബിള്, പരിശുദ്ധ സുവിശേഷം, തിരുവചനം എന്നൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ ചാടിക്കടിക്കാൻ വരും പോലെ തട്ടിക്കയറുകയാണ് ചെയ്തത്. മറ്റൊരു മതത്തിൻ്റെ ഗ്രന്ഥത്തെ പരിശുദ്ധമല്ലെന്ന് പറയാൻ താങ്കൾ ആരാണ്? എന്നെ ചോദ്യം ചെയ്യാൻ താൻ ആര് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വരട്ടാൻ വന്നു. ഇങ്ങനെ തർക്കോത്തരവും തൻ്റെ ഇടവും ഒക്കെ ആയിട്ട് നിന്നപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലായി. മലയാളികളായ കോടിക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഖുർആനിൽ യേശുണ്ട് എന്ന് പറയുമ്പോൾ ഖുർആൻ സ്വീകാര്യമാവുക മനുഷ്യൻ്റെ ഉപബോധ മനസ്സിലോ ഡയറക്റ്റ് അല്ല, ഓരോ ക്രൈസ്തവൻ്റെയും ഉപബോധ മനസ്സിൽ ഖുർആനിൽ യേശുണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിം വിശ്വാസവുമായി ചേർന്ന് പോകാനും പരിവപ്പെടുത്താനുള്ള ദുഷ്ടശക്തികളുടെ ഒരു കെണിയായിരുന്നു മാരിയോയെ ഇങ്ങോട്ട് അയക്കൽ. തന്നെയല്ല, മാരിയോ പരസ്യമായൊരു വേദി പ്രസംഗിച്ചതാണ്. മക്ക മദീന പ്രദേശങ്ങളിലൊക്കെ വിഗ്രഹാരാധന തുടച്ചു മാറ്റി ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവാചകനെ അന്ന് അവിടെ അയച്ചു. ഇവിടെ ഇന്ത്യയിലും ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പസ്തോലനെ അയച്ചു. എന്നിട്ട് ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ട് പരാജയം? മക്ക മദീന പ്രദേശത്തെ പ്രവാചകൻ എല്ലാ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടും ഇന്ത്യയിൽ എന്തുകൊണ്ട് അപ്പസ്തോലൻ്റെ ദൗത്യം പരാജയപ്പെട്ടു എന്ന് ചോദിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? യേശു ക്രിസ്തുവിലൂടെ 12 അപ്പസ്തോലന്മാരെ അയച്ച ദൈവം തന്നെയാണ് മക്ക മദീനയിലേക്ക് ഇസ്ലാമിൻ്റെ പ്രവാചകനെയും അയച്ചത് എന്നല്ല ഇവൻ പ്രസംഗിച്ചത്. അപ്പോൾ ഇവൻ ഇസ്ലാം വിശ്വാസം വിട്ടിട്ട് വന്നവനല്ല. ഇസ്ലാം വിശ്വാസം വിടാതെ തന്നെ ക്രിസ്തുവിന് ഒരു പ്രൊമോഷൻ, പ്രവാചകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഒരു പ്രൊമോഷൻ കൊടുത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വിശ്വാസത്തിൽ വന്നവനാണ്. കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്, ഇസ്ലാമിൻ്റെ ദൈവം തന്നെയാണ് അപ്പോഴും ഇപ്പോഴും മാരിയോയെ നയിക്കുന്നത് എന്നുള്ളത്. മറ്റൊരു പ്രധാന പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ഖുർആനിൽ ഈസായുണ്ട്, ഈസായും ആ ഈസായും ഒന്ന് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം. ഖുർആനിൽ പറയുന്ന ഈസായും ക്രൈസ്തവരുടെ യേശുവും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്, ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കണം. ചില സാമ്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ വളരെ വൈരുദ്ധ്യങ്ങളും നിങ്ങൾ നോക്കണം. ഖുർആനിൽ പറയുന്ന ഈസ മറിയത്തിൻ്റെ മകനെന്ന് പറയുമ്പോൾ ആ മറിയത്തിൻ്റെ കാലഘട്ടം ഏതാണ്? മോശയും അഹ്റോൻ്റെയും സഹോദരിയായ മറിയത്തിൻ്റെ മകൻ ഈസ എന്നവിടെ പറയുന്നത്. മോശയും അഹ്റോനും ജീവിച്ച കാലഘട്ടം ഏതാണ്? മറിയാമും ഒക്കെ തർജ്ജമയിലൊന്നും ചെറിയ വ്യത്യാസങ്ങളാണ്. ആ മിറിയാമിൻ്റെ മകൻ ഈസായാണോ? അതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ദാവീദിൻ്റെയും ശേഷം 14 തലമുറകൾക്ക് ശേഷം മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തു ആ മറിയത്തിൻ്റെ മകനാണോ? അല്ലല്ലോ. ചരിത്രപരമായി യാഥാർത്ഥ്യങ്ങൾ നോക്കണ്ടേ? അപ്പോൾ കൃത്യമായും പഴയ ഇസ്ലാം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. അത് ക്രൈസ്തവ സഭയെ നശിപ്പിക്കാനുള്ള വലിയൊരു കുടുക്കും കെണിയുമായിരുന്നു. ഇതുമാത്രമല്ല, ഡിവൈൻ ധ്യാനകേന്ദ്രം തന്നെ കത്തോലിക്ക കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ ഒരു വേറിട്ടൊരു സ്ഥാപനമാണ്. ഒരു പ്രത്യേക അരൂപിയിൽ നയിക്കപ്പെടുന്ന, ഒരു പ്രത്യേക ശക്തിയാൽ നയിക്കപ്പെടുന്ന സ്ഥാപനമാണ്. അത് കരിസ്മാറ്റിക് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ KST, കേരള സർവീസ് ടീം, അതിൻ്റെ നേതാക്കന്മാരായ ധ്യാനഗുരുക്കന്മാരായ അച്ഛന്മാർ, KST ചെയർമാൻമാരായിരുന്ന വെള്ളപ്പള്ളി അച്ഛനും മുണ്ടോളിക്കൽ അച്ഛനും ഒക്കെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അന്നൊക്കെ ഇതിനുള്ളിൽ KSTയിലൊക്കെ ഒത്തിരി തർക്കം വന്നിട്ടുണ്ട്. ഡിവൈൻകാരെ അത് ഒഴിവാക്കേണ്ടതുണ്ട്, കത്തോലിക്ക കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കാതെ അവരെ സെപ്പറേറ്റ് ഒഴിവാക്കേണ്ടതുണ്ട്, അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തരുത്, അവരൊരു പ്രത്യേക എന്തോ ദുഷ്ടസാധ്യതയുള്ള ടീമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത്. സഭയെ തകർക്കാൻ ഒത്തിരി ദുഷ്ടശക്തികൾ ഡിവൈനിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കോടിക്കണക്കിന് ക്രൈസ്തവ വിശ്വാസത്തിനിടയിൽ ഖുർആൻ പ്രചരിപ്പിക്കാൻ ഇവനെ എത്തിച്ചത് അങ്ങനെ ഖുർആൻ്റെ പ്രചരണത്തിന് വേണ്ടി വന്നു എന്നതോടൊപ്പം മറ്റൊന്ന് മനസ്സിലാക്കണം, ദൈവവചനത്തിലും ക്രൈസ്തവ വിശ്വാസത്തിലും മാത്രം നിലനിന്നവരെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലേക്കും ഹൈന്ദവ പുരാണങ്ങളിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി ഒരാളെ ഡിവൈനിൽ അവതരിപ്പിച്ചു. ക്രൈസ്തവരെ ഹൈന്ദവ ബന്ധനത്തിലേക്കും മുസ്ലിം ബന്ധനത്തിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള ദുഷ്ടൻ്റെ കെണി ഡിവൈനിലൂടെയാണ് നടന്നത്. അപ്പോഴാണ് KSTയുടെ ഭാരവാഹികളെ അച്ഛന്മാർ ഡിവൈനിൽ ദുഷ്ടാരൂപികളാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഡിവൈനിൽ ഈ വേദങ്ങളെക്കുറിച്ച്, വേദത്തിൽ പ്രജാപതിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. വേദത്തിൽ പറഞ്ഞ പ്രജാപതി ആരാണെന്നറിയണം. വേദത്തിൽ പറഞ്ഞ പ്രജാപതിയെക്കുറിച്ച് വളരെ മോശമായ, വളരെ നീചവും നികഷ്ടവുമായ രീതിയിൽ വളരെ മോശമായ കാര്യങ്ങൾ വേദങ്ങളിലുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അങ്ങനെ ആ വേദങ്ങളിൽ പറഞ്ഞ പ്രജാപതിയിലേക്ക് വിഷയങ്ങൾ നീക്കുക, യേശുവിൻ്റെ ഭക്തരെ പ്രജാപതി ഭക്തരാക്കി മാറ്റുക. അങ്ങനെ സുഭദ്ര ചാക്യാർ ഉൾപ്പെടെയുള്ള നിരവധി പേര് ഈ വേദഗ്രന്ഥങ്ങളെല്ലാം വായിച്ചത് ഒത്തിരിയേറെ അഭിഷേകം നഷ്ടപ്പെട്ട കാര്യവും ഈ വേദഗ്രന്ഥങ്ങളെല്ലാം ഒടുവിൽ കത്തിച്ച് കളഞ്ഞപ്പോൾ അഭിഷേകം പുനഃസ്ഥാപിച്ച കാര്യമൊക്കെ അവിടെ തന്നെ നടന്ന, ഡിവൈനിൽ തന്നെ നടന്ന ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർക്കണം, ഇങ്ങനെ വേദഗ്രന്ഥങ്ങളിലേക്ക് ഹൈന്ദവ വിശ്വാസത്തിലേക്കും മുസ്ലിം വിശ്വാസത്തിലേക്കും ക്രൈസ്തവരെ ചിതറിച്ച് കളഞ്ഞ് നശിപ്പിക്കാനുള്ള കെണി ഡിവൈൻ കേന്ദ്രീകരിച്ചാണ് വന്നതെങ്കിൽ ഇത് രണ്ടും ഒരു പൈശാചിക കെണികളായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങളിലെ തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കെ.